എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശ്രീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം. ഒരുപാട് നാളായി ഞങ്ങൾ പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് വന്നിട്ട്. ഇന്ന് ഞങ്ങള് പത്തനാപുരം പോകുന്ന വഴിക്ക്, ഇവിടെ പത്തനാപുരം പുനലൂർ ഹൈവേ ആണ്. ഈ ഹൈവേയില് ഒരു പ്രത്യേക ഫുഡ് ഐറ്റം കിട്ടുന്ന ഒരു കട കണ്ടു ഞങ്ങള്. അപ്പം ഞങ്ങള് വണ്ടി നിർത്തിയിട്ട് അത് കഴിക്കാൻ ഇറങ്ങിയതാണ്. അത് മറ്റൊന്നുമല്ല, ഞാനിതുവരെ കേട്ടിട്ടില്ല, എഗ് കുൽഫി നടത്തുന്ന ഒരു ചേട്ടന്റെ കടയാണ്. ഇന്ന് നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാം. അപ്പൊ എന്താ പറയാ, നിങ്ങൾ എല്ലാരും പോന്നോളൂ എന്റെ കൂടെ. നമുക്ക് എഗ് കുൽഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. കണ്ടിട്ട് അതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പോയപ്പോ കണ്ടിട്ടേ ഹൈവേ എടുത്തോ. ഒരു 5 മിനിറ്റ് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിട്ട് നല്ല ചൂടുവെള്ളം അടുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ 5 മിനിറ്റ് ചൂടാക്കിയാണെങ്കിൽ 5 മിനിറ്റ് എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ആകും. ചൂടാക്കി നമ്മൾ ഒരെണ്ണത്തിനകത്ത് 2 മുട്ട കഴിക്കും. രണ്ടെണ്ണം ഒരുമിച്ച് കഴിച്ചാൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പറയണേ. എഗ് കുൽഫി അങ്ങനെ കയറി വരുന്നുണ്ട് നമ്മുടെ. കണ്ടടാ മക്കളെ, എഗ് കുൽഫി. അങ്ങനെ നമ്മുടെ എഗ് വരികയാണ് മക്കളെ.
5 മിനിറ്റ് എടുക്കും അല്ലേ? അതെ, 5 മിനിറ്റ് എടുക്കും. സ്പൂൺ ഉണ്ടോ? ചിക്കി പിടിച്ച് കഴിച്ചു. എഗ് കുൽഫി. അടിപൊളി, നല്ല ടേസ്റ്റ്. നന്നായിട്ടില്ല. അപ്പൊ അതാ കഴിച്ചു കഴിഞ്ഞു. നല്ല സൂപ്പർ ഐറ്റം, ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പം നമുക്ക് അണ്ണനോട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മുട്ട എടുക്കുകയാണ്. 2 മുട്ട എടുത്താൽ നല്ല വൃത്തിയായിട്ട് കഴുകുക. കഴുകിയിട്ട് ഓരോ മുട്ട ഇതിനകത്ത് നമ്മൾ കസ്റ്റമറിനെ കാണാൻ പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഓരോന്നൊഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോ മുട്ട ആഡ് ചെയ്ത് ഒഴിക്കുക. ഒരെണ്ണത്തിനകത്ത് 2 മുട്ട. ഒരെണ്ണത്തിനകത്ത് 2 മുട്ട കഴിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. വെന്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ സാധനം മേപ്പോട്ട് പൊങ്ങി വരികയാണ്. പൊങ്ങി വന്ന് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള സ്പേസുകൾ നമ്മൾ വെളി വെച്ചാണ് ചെയ്യുന്നത്. ഇത് മസാലയും ബാക്കിയുള്ള കാര്യങ്ങളും ഇത് നമ്മൾ പറയാത്ത നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന സാധനങ്ങളാണ്. പിന്നെ പ്യൂർ വെളിച്ചെണ്ണയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓരോ ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുന്ന അതായത് പ്യൂർ വെളിച്ചെണ്ണയാണ് അല്ലാതെ ചക്കിലാട്ടി വെളിച്ചെണ്ണ. നമ്മുടെ ഇവിടങ്ങളിൽ നമ്മുടെ ഈ ഭാഗത്ത് അടുത്തടുത്തൊന്നും ഇല്ല. കൊല്ലം ജില്ലയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാരാണ്. ഞങ്ങളുടെ അവിടെ ഈ സംഭവം ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് അടുത്ത പ്രദേശത്തൊന്നും ഇല്ല. നമ്മളിത് ഇവിടെ ആദ്യമായിട്ട് സംരംഭം തുടങ്ങിയതാണ്. ഇപ്പൊ തുടങ്ങിയിട്ടിപ്പോ 1.5 ആഴ്ചയോളായി. ഞാൻ അറിഞ്ഞു ഇതിനെക്കുറിച്ച്, നേരത്തെ ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ കയറണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്റെ കസിൻ പറഞ്ഞായിരുന്നു, അവര് ഇവിടെയാ താമസിക്കുന്നത്. അപ്പം ഇവിടെയാണ്. അപ്പൊ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് ഇടത്തറയിലാണ്. കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും കൂടെ സംബന്ധിക്കുന്ന സ്ഥലമാണ്. അതെ ശരി. അപ്പുറം അണ്ണന്റെ വീട് എവിടെയാ? ഇടത്തറ. അപ്പം ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടട്ടെ. തീർച്ചയായിട്ടും ഇതുവഴി പോകുന്ന ആൾക്കാർ കയറുമായിരിക്കും. ഇതൊരു പ്രത്യേക ഒരു വെറൈറ്റി ഐറ്റം അല്ലേ. ഇത് കാണാനൊക്കെ ഉണ്ട് ആൾക്കാർ കയറുമായിരിക്കും അല്ലേ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വലിയ തെറ്റില്ല. നല്ല ഒരു എന്താ പറയുക, ഒരു ഈവനിങ് സ്നാക്ക് അല്ലേ. ഇവിടുന്ന് ഒരു മുട്ട വാങ്ങിച്ചിട്ട് അപ്പുറത്ത് പോയി ഒരു ചായ വേണമെങ്കിൽ ചായ കുടിക്കാം, കരിമ്പ് ജ്യൂസ് വേണമെങ്കിൽ കരിമ്പ് ജ്യൂസ് കുടിക്കാം അല്ലേ. വലിയ കുഴപ്പമില്ല. ഹൈജീനായിട്ട് വൃത്തിയായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ കഴിക്കത്തില്ല, കാരണം എനിക്ക് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഹെൽത്തിനെ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവഴി പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് നമ്മുടെ എഗ് കുൽഫി. ഓക്കെ എന്നാ ബൈ.